പാലിന് മാത്രം വിശ്വസിച്ച് ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അതിനു വേണ്ട പ്ലേസ് ഇല്ലെങ്കിൽ എങ്ങനെ? ക്രീം സെപ്പറേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സ്കിംഡ് മിൽക്ക് വേസ്റ്റോ? ഫസ്റ്റ് ടൈം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇതെനിക്ക് സെറ്റ് ആകുമോ ആകില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതാണ് നമ്മുടെ MDMലെ ക്രീം സെപ്പറേറ്റർ. ഈ ക്രീം സെപ്പറേറ്റർ കൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്, അതോ ഇതിനു മുമ്പ് പാല് കൊണ്ടുള്ള ഒരു ബിസിനസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ക്രീം സെപ്പറേറ്റർ ഇപ്പൊ നമ്മൾ MDMലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ക്രീം സെപ്പറേറ്ററിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കറന്ന പാൽ അങ്ങനെ ഒഴിച്ചാൽ മതി, ക്രീം തനിയെ സ്കിംഡ് മിൽക്ക് തനിയെ സെപ്പറേറ്റ് ചെയ്തതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ക്രീം നിങ്ങൾക്ക് അങ്ങനെ വിറ്റ് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നെയ്യായി കാച്ചി അങ്ങനെ ലാഭം ഉണ്ടാക്കാം. അതല്ലാണ്ട് സ്കിംഡ് മിൽക്ക് മോസ്റ്റ്ലി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ വാങ്ങിക്കും. ഫാറ്റ്ലെസ് കേർഡ്, ഫാറ്റ്ലെസ് കനീർ അങ്ങനെ നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. അതല്ലാണ്ട് ഈ സ്കിംഡ് മിൽക്ക് നമുക്ക് ഫ്ലേവേർഡ് മിൽക്ക് ആയിട്ടുള്ള റോസ് മിൽക്ക്, ബദാം മിൽക്ക് അങ്ങനെയുള്ള രീതിയിൽ മൂല്യം കൂട്ടി വിൽക്കാം. പിന്നെ ഈ ക്രീം സെപ്പറേറ്റിന് ഒരുപാട് സ്ഥലവും വേണ്ടി വരത്തില്ല. ശരി, ഇതെല്ലാം ഓക്കെ. നമുക്ക് ഇതെങ്ങനെയാണ് ഇത്ര ലാഭം കിട്ടണമെന്ന് ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാലോ? ആ 200 ലിറ്റർ പാല് ക്രീം സെപ്പറേറ്റർ ഇട്ടാൽ 13 കിലോ ക്രീം കിട്ടും. 150 ലിറ്റർ സ്കിംഡ് മിൽക്കും കിട്ടും. അതും 13 കിലോ ക്രീം സെപ്പറേറ്ററിൽ നിന്ന് 12 ബട്ടർ കിട്ടും. ഗീ ആയിട്ട് മാറ്റുമ്പോൾ 10 ലിറ്റർ ഗീയും കിട്ടും. 1 കിലോ ബട്ടറിന് 500 രൂപ. അപ്പൊ 12 കിലോ ബട്ടർ അങ്ങനെ സെയിൽ ചെയ്താൽ 6000 പ്രോഫിറ്റ് കിട്ടും. 1 ലിറ്റർ ഗീക്ക് 700 രൂപ. അപ്പൊ ബട്ടർ ഗീ ആയി കാച്ചി കിട്ടുന്ന ഗീ സെയിൽ ചെയ്താൽ 7000 പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ സ്കിംഡ് മിൽക്ക് എടുത്താൽ ഫ്ലേവേർഡ് മിൽക്കായ ബട്ടർ മിൽക്ക്, ഫാറ്റ്ലെസ് കേർഡ്, ഫാറ്റ്ലെസ് പനീർ ആയിട്ട് മാറ്റിയ വാല്യൂ കിട്ടും. ഫസ്റ്റ് ഫ്ലേവേർഡ് മിൽക്ക് നോക്കിയാൽ 1 ലിറ്റർ ഫ്ലേവേർഡ് മിൽക്കായ റോസ് മിൽക്ക്, ബദാം മിൽക്ക് 150 രൂപ വരും. നമ്മുടെ അടുത്ത് 180 ലിറ്റർ സ്കിംഡ് മിൽക്ക് ഉണ്ട്. അതിൽ എസൻസ് എല്ലാം ആഡ് ചെയ്ത് നോക്കിയാൽ 180 × 150 27,000 രൂപ കിട്ടും. ഇപ്പൊ ഫ്ലേവേർഡ് മിൽക്കും ഗീ ഇത് രണ്ടും മാത്രം ചേർത്ത് ലാഭം കാൽക്കുലേറ്റ് ചെയ്താൽ ഫ്ലേവേർഡ് മിൽക്ക് 27,000 രൂപ, ഈ 7,000 രൂപ, ടോട്ടൽ 34,000 അടുത്ത് ലാഭം കിട്ടും. അത് കറണ്ട് ചെലവ്, ലേബർ കോസ്റ്റ്, എസൻസ് കോസ്റ്റ്, ഗീ കാച്ചാൻ എടുക്കുന്ന ഗ്യാസ് കൺസപ്ഷൻ ഇതെല്ലാം ചേർത്ത് പോയാലും 4,000 രൂപ. എന്നാലും നമുക്ക് 30,000 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതിലും സമ്മർ ടൈമില് കേർഡും ബട്ടർ മിൽക്കും നല്ല സെയിലാകും. കണ്ടോ, കറന്ന പാൽ അങ്ങനെ സെയിൽ ചെയ്താലും അത് വാല്യൂ കൂട്ടി സെയിൽ ചെയ്താലും എത്ര ലാഭം വരുന്നുണ്ടെന്ന്. നമ്മളിപ്പോ ഈ ക്രീം സെപ്പറേറ്റർ EMI യിലാണ് കൊടുക്കുന്നത്. അപ്പൊ EMI നെ പറ്റി അറിയാനും ക്രീം സെപ്പറേറ്ററെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും ഓഫറിനെ പറ്റി അറിയാനും സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്ന നമ്പറിൽ വിളിക്കുക.